മധുരം കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരില്ല. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പ്രമേഹ രോഗികളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തൊക്കെയാണ് പ്രമേഹത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷന് ഇതും പ്രമേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് ഡയറക്റ്റായിട്ട് ഇതൊരു കാരണമാകില്ലെങ്കിലും ഇത് തുടർച്ചയായിട്ട് ദീർഘകാലം ടെൻഷനായി മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള ആളുകൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ത്രീകളിൽ PCOD. PCOD ഉള്ള സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ PCOD ഉണ്ടെങ്കിൽ ആ PCOD ഉള്ള സ്ത്രീകൾക്ക് ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് PCOD ഉള്ള ആളുകളൊക്കെ ഇടയ്ക്ക് പ്രമേഹം ചെക്ക് ചെയ്യുന്നത് വളരെ നന്നാവും. അതേപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ഫാറ്റി ലിവറുള്ള ആളുകൾക്കും പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വ്യായാമക്കുറവ്. നമുക്കറിയാം ഇന്നത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇരുന്നുള്ള ജോലിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉള്ളത്. അതുപോലെ തന്നെ നടത്തം കുറവാണ്. കൂടുതലായിട്ടും വാഹനങ്ങളെ ആശ്രയിക്കുന്നു, ലിഫ്റ്റുകളെ ആശ്രയിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ സാധ്യതയും കൂടുതലായിട്ട് വരുന്നുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പേശികൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ഉപയോഗിക്കുകയുള്ളൂ. അതിന് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻസുലിൻ്റെയും പാൻക്രിയാസിൻ്റെയൊക്കെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്, നമ്മൾ വ്യായാമം പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുന്ന സമയത്തും അത് കാരണമായിട്ട് നമുക്ക് ഈ പ്രമേഹം വരാനുള്ള സാധ്യത കൂടും. ഇതിന് മറ്റൊരു കാരണമാണ് പ്രായം. പണ്ടൊക്കെ വയസ്സന്മാരുടെ രോഗമെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയ രോഗമായിരുന്നു പ്രമേഹം. വയസ്സായ ആളുകൾക്ക് മാത്രമേ പ്രമേഹം വരുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു 25-30 വയസ്സ് മുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് പ്രമേഹം. അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലിയും കൂടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേഹത്തിനുള്ള കാരണമാണ് നമ്മുടെ ഭക്ഷണ രീതി. ഭക്ഷണം പറയുമ്പോൾ നമ്മൾ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഷുഗർ, മധുരം കഴിച്ചാൽ മാത്രമേ പ്രമേഹം വരൂ എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയല്ല. മധുരമുള്ള ഭക്ഷണം കഴിച്ചാൽ പ്രമേഹം വരും കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത്. പക്ഷേ അത് മാത്രമല്ല, മധുരമുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ്, അരിയാഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അമിതമായിട്ട് ആവശ്യത്തിന് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, പാക്ക്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡുകൾ, പച്ചക്കറികളൊക്കെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രമേഹം വരുമെന്നല്ല. പക്ഷേ കാലങ്ങളോളം, വർഷങ്ങളോളം ഈ ഒരു ഹാബിറ്റ് തുടരുന്ന സമയത്ത് നമുക്കത് പ്രമേഹം എന്നുള്ള രോഗത്തിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ശീലങ്ങൾ, പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളും ഈ പ്രമേഹത്തിന് കാരണമാകും. പ്രമേഹത്തിന് കാരണമാകുന്നു മാത്രമല്ല, പ്രമേഹം ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ പുകവലിയും മദ്യപാനമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക്, സ്ട്രോക്ക് പോലെ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവ സമയത്തൊക്കെ അല്ലെങ്കിൽ ഗർഭകാലത്ത് പ്രമേഹം വരും. അത് പല ആളുകൾക്കും പൊതുവെ പ്രസവത്തിന് ശേഷം അത് നോർമലാവും. പക്ഷേ ഇത്തരം സ്ത്രീകൾക്ക്, ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് എടുക്കുന്നത് വളരെ നന്നാവും. പലരും അവഗണിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. നമ്മൾ ഉറക്കമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺസിനൊക്കെ പ്രശ്നങ്ങൾ വരും. നമ്മുടെ മെറ്റബോളിസം കറക്റ്റായിട്ട് പ്രോപ്പറായി നടക്കാതെ വരും. ഇതൊക്കെ കാരണമായിട്ടും നമുക്ക് പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹത്തിന് മറ്റൊരു കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെട്ടാലും ഈ ഇൻസുലിൻ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാതെ വരുന്ന സമയത്ത്, ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമുക്ക് പ്രമേഹം വരാം. പ്രമേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അമിതവണ്ണം. പ്രത്യേകിച്ച് വയറിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടി നിൽക്കുന്ന ആളുകൾക്ക് പ്രമേഹ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ വിസറൽ ഫാറ്റ് എന്നാണ് ഇതിന് പറയുക. ഈ വിസറൽ ഫാറ്റ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകും. ഇത് കാരണമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊണ്ണത്തടിയുള്ള ആളുകൾ, അമിതഭാരമുള്ള ആളുകൾ, വയറിൽ കൂടുതലായിട്ട് കൊഴുപ്പുള്ള ആളുകൾക്കൊക്കെ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്നുള്ളത് പ്രമേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗികളാണെങ്കിൽ നമുക്കും പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും പ്രമേഹം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ജീവിതശൈലിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തിന് തന്നെ
കൂടുതൽ സാധ്യത ഇത്തരം ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളാണ്, പ്രമേഹത്തിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് 30 വയസ്സിന് ശേഷമുള്ള ആളുകൾ, പൊണ്ണത്തടിയുള്ള ആളുകൾ, ഫാറ്റി ലിവറുള്ള ആളുകൾ, അതുപോലെ തന്നെ PCOD ഉള്ള സ്ത്രീകൾ, വ്യായാമം കുറഞ്ഞ ആളുകൾ, ഫാസ്റ്റ് ഫുഡുകളും അല്ലെങ്കിൽ ഭക്ഷണവും അനിയന്ത്രിതമായി കഴിക്കുന്ന ആളുകൾ, ഉറക്കക്കുറവുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ ഈ പ്രമേഹം ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നന്നാവും. പുതിയ വിഷയം വീണ്ടും കാണാം. താങ്ക് യു.